First of all, എന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിന് എനിക്കൊരു അവസരം തന്നതിന് കോക്ലിയർ ടീമിനോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇതിൽ വന്നിരിക്കുന്ന ഏകദേശം 350 പാർട്ടിസിപ്പൻസ് ഉണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതവും എന്റെ നമസ്കാരവും. നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൗണ്ട് പ്രോസസ്സറിന്റെ കരുതലും പരിചരണവും സൂക്ഷ്മതയോടെയും കൃത്യതയോടെയും സൗണ്ട് പ്രോസസ്സറിന്റെ പരിചരണം എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ചിട്ടയായ രീതിയിൽ സ്പീച്ച് പ്രോസസ്സർ നമ്മൾ സൂക്ഷ്മതയോടെ അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചിട്ടയായിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അത് കൂടുതൽ കാലത്തോളം കേടുപാടുകൾ ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോ നമ്മളുടെ കുഞ്ഞിന്റെ പരിചരണത്തിൽ നമ്മളൊരു വളരെയധികം ശ്രദ്ധ ചെലുത്താറുണ്ട്. അത് കുഞ്ഞിനോട് നമ്മൾ അത്രയധികം സ്നേഹത്തോടെ നമ്മളുടെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിലാണ് നമ്മൾ കുഞ്ഞിന്റെ പരിചരണം നമ്മൾ ഏറ്റെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പീച്ച് പ്രോസസ്സർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൗണ്ട് പ്രോസസ്സർ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ചെവി തന്നെയാണ്. കുഞ്ഞിന്റെ ഒരു അവയവമായിട്ട് തന്നെ അതിനെ കരുതണം. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം കരുതൽ പരിചരണം അതിന് നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് കൊടുക്കണം എന്നുള്ളത്. നമുക്ക് ഒത്തിരി പേരൻസിനെ അറിയാം, ചിട്ടയായ രീതിയിൽ അത് കരുതുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സൂക്ഷ്മമായി സൗണ്ട് പ്രോസസ്സറിനെ പരിചരിക്കുന്നത് കൊണ്ട് തന്നെ സ്പീച്ച് പ്രോസസ്സർ ഒരു 10 വർഷം വരെ ഉപയോഗിച്ചിട്ടുള്ള പേരൻസിനെ അറിയാം. ബാറ്ററി ഒരു 3-4 വർഷം വരെ കേടുപാടുകൾ കൂടാതെ യൂസ് ചെയ്തിട്ടുള്ള പേരൻസിനെ നമുക്കറിയാം. അതേപോലെ തന്നെ കോയിൽ ഒരു 2.5-3 വർഷം വരെയൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ പരിചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സ്പീച്ച് പ്രോസസ്സർ നമ്മുടെ ഒരു അവയവം തന്നെയാണ്. നമ്മൾ ആ ഒരു ഭാഷാ വികാസ സമയത്ത് നമ്മൾ കുട്ടിയുടെ ബോഡി പാർട്സ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മൾ പേര് വെച്ചിട്ടാണ് ഓരോ ബോഡി പാർട്സും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞിനെ ഈ ഒരു സൗണ്ട് പ്രോസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ അത് സൗണ്ട് പ്രോസസ്സർ എന്ന പേര് വെച്ച് തന്നെ അതിനെ ഡിനോട്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ 2 തരത്തിലുള്ള സ്പീച്ച് പ്രോസസ്സർ ആണ് നമുക്ക് ഉള്ളത്. അത് ഒന്ന് നമ്മുടെ ചെവിയുടെ പുറകിൽ വെക്കുന്ന BTE ബിഹൈൻഡ് ദ ഇയർ പ്രോസസ്സർ എന്ന് പറയുന്നതും, അടുത്തത് ഓഫ് ദ ഇയർ പ്രോസസ്സർ. അതിന് നേരത്തെ കണ്ട പോലെയുള്ള വയറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇതിന്റെ പരിചരണത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എന്തൊക്കെയാണ് ഈ പ്രോസസ്സറിനെ ഒന്ന് പരിചയപ്പെടുകയും അതിന്റെ പാർട്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും അതിന്റെ പേരുകളും കാര്യങ്ങളും നമുക്ക് ഒന്നും കൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പൊ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബിഹൈൻഡ് ദ ഇയർ അല്ലെങ്കിൽ ചെവിക്ക് പുറകിൽ വെക്കുന്ന സൗണ്ട് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോയിലുണ്ട്. നേരത്തെ റൗണ്ട് ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ ആണ് കോയിൽ എന്ന് പറയുന്നത്. ആ കോയിലിനോട് അകത്തായിട്ട് നടുക്കത്തെ പോർഷനിൽ ഇരിക്കുന്ന ആ ഒരു ഭാഗമാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം സ്പീച്ച് പ്രോസസ്സറും ബാറ്ററീസും നമ്മൾ വേർപെടുത്തി എടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ താഴത്തെ പോർഷൻ ആണ് ബാറ്ററി എന്ന് പറയുന്നത്. അതേപോലെ ഈ സ്പീച്ച് പ്രോസസ്സർ ചെവിയിലേക്ക് കൊളുത്തിയിരിക്കുന്നതിനായിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഇയർ ഹുക്ക് എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം മൈക്രോഫോൺ കവർ അല്ലെങ്കിൽ മൈക്രോഫോൺ പ്രൊട്ടക്ടർ എന്ന് നമ്മൾ പറയുന്ന മൈക്രോഫോൺസ്, സ്പീച്ച് പ്രോസസ്സറിലെ മൈക്കിനെ സംരക്ഷിക്കുന്ന ഒരു കവർ ഉണ്ട്, വളരെ നേർത്ത ഒരു കവർ. അതിന് മൈക്രോഫോൺ കവർ അല്ലെങ്കിൽ മൈക്രോഫോൺ പ്രൊട്ടക്ടർ എന്ന് പറയും. ഇപ്പൊ ഇത്രയാണ് BTE പ്രോസസ്സറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഓഫ് ദ ഇയർ സൗണ്ട് പ്രോസസ്സർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് കാണുന്നതനുസരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറം ഭാഗത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴത്തെ പോർഷനിൽ കാണുന്ന ഒരു ഓവൽ ഒരു പോർഷൻ ഉണ്ട്, അതാണ് ബാറ്ററി കവർ. മേളത്തെ പോർഷനിലുള്ളത് ടോപ്പ് കവർ എന്ന് പറയും. അതിന് തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾ കാണാം അതിന്റെ ആ ഒരു ഫ്ലാപ്പ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഡിസ്പോസിബിൾ ബാറ്ററീസ് ഇടാനായിട്ടുള്ള ഒരു കേസും ആ ഒരു ഡിസ്പോസിബിൾ ബാറ്ററീസും കാണാം. അതേപോലെ തന്നെ അതിന്റെ
ഭാഗത്തായിട്ട് തന്നെ മാഗ്നറ്റും കാണാം. അപ്പൊ ഇതാണ് ഓഫ് ദി ഇയർ സൗണ്ട് പ്രോസസർ അല്ലെങ്കിൽ ചെവിക്ക് വയർ ഒന്നും ഇല്ലാതെയുള്ള പ്രോസസറിന്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും അടുത്തതായിട്ട് നമുക്ക് എത്ര ഇടവേളകളിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഇത് എന്തൊക്കെയാണ് നമ്മൾ അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ ഈ ഇത്രയും ഇതെങ്ങനെ ഞാൻ ഓർത്തിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കുട്ടികളെ പരിചരിക്കാനായിട്ട് നമുക്കൊരു റൂട്ടീൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചിട്ടയുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്, നമ്മൾ എന്തിനാ അങ്ങനെയുള്ള ഒരു ചിട്ട വെച്ച് കുഞ്ഞിനെ പരിചരിക്കുന്നത്? കുഞ്ഞിനെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? എല്ലാ ദിവസവും നമ്മൾ കുഞ്ഞിനെ പല്ല് തേപ്പിക്കും, അത് നമ്മൾ മുടക്കാറുള്ള കാര്യമല്ല. അതേപോലെ തന്നെ കുഞ്ഞിനെ എല്ലാ ദിവസവും നമ്മൾ കുളിപ്പിക്കും. എന്തിനാ? കുഞ്ഞിന്റെ ദേഹത്തുള്ള അഴുക്കും വേർപ്പും ഒക്കെ മാറ്റി കളയാൻ വേണ്ടിയിട്ട് കുളി നമുക്ക് പ്രാധാന്യമത്തോടെ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞിന് വേണ്ട പോഷകാഹാരങ്ങൾ നമ്മൾ കൊടുക്കും. കൃത്യമായി എല്ലാ സമയാസമയങ്ങളിൽ പോഷകാഹാരങ്ങൾ കൊടുത്ത് കുഞ്ഞിനെ ഹെൽത്തി ആയിട്ടിരിക്കാനും ആക്റ്റീവായിട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും നമ്മൾ പോഷകാഹാരങ്ങൾ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ കൃത്യസമയത്ത് നമ്മൾ കിടത്തി ഉറക്കാറുണ്ട്. അപ്പോ ഉറക്കവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതും നമ്മൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ചില എക്സ്ട്രാ കരുതലുകൾ നമ്മൾ ചിലപ്പം എടുക്കാറുണ്ട്. ഇപ്പം മഴയത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ മഴ നനയാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കുട ചൂടും, അല്ലെങ്കിൽ നമ്മളൊരു റെയിൻകോട്ട് ഇട്ട് കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യും. അത് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോ ഈ ഒരു പ്രവർത്തനങ്ങൾ, ഈ കുഞ്ഞിനെ പരിചരിക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെന്തൊക്കെയാണ്? കുഞ്ഞിന് വേണ്ടി മാത്രം പ്രത്യേകമായി നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ടവല് അല്ലെങ്കിൽ ഒരു തോർത്ത് നമ്മൾ യൂസ് ചെയ്യും. കുഞ്ഞിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേപോലെ കുഞ്ഞിന്റെ ബ്രഷ്, അതേപോലെ കുഞ്ഞിന് പ്രത്യേകമായി യൂസ് ചെയ്യുന്ന ചില തരത്തിലുള്ള തുണിത്തരങ്ങൾ കാണാം. ചിലപ്പം ഒരു കമ്പിളി പുതപ്പായിരിക്കാം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ് ആയിരിക്കാം. സോ അപ്പം ഇങ്ങനെ ഈ ഒരു കുഞ്ഞിനെ കരുതുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകമായ ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ സൗണ്ട് പ്രോസസറിനെ കരുതുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് പ്രത്യേകമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്ത്, നമ്മള് കണ്ണാടി വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്കൊരു തുണി കിട്ടാറുണ്ട്. ആ ഒരു തുണി, അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ ഈ നാര് പോലെ ഇളകി വരുന്ന തരത്തിലുള്ള തുണി ആവാൻ പാടില്ല. അത് ക്ലീൻ ആയിട്ട് അങ്ങനെ ഒരു തുണി സൂക്ഷിക്കണം. അതേപോലെ തന്നെ സോഫ്റ്റ് ബ്രിസിൽസ് ഉള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷസ് ഉള്ള ഒരു ബ്രഷ് നമ്മൾ കരുതണം. അതേപോലെ തന്നെ നമ്മുടെ കിറ്റിന്റെ കൂടെ ഭാഗമായിട്ട് വരുന്ന ഡ്രൈ ആൻഡ് സ്റ്റോർ ബോക്സ്, ഡ്രൈ കിറ്റ്. അപ്പൊ ഇത്രയുമാണ് സൗണ്ട് പ്രോസസറിന്റെ ആരോഗ്യ പരിപാലനത്തിനോ സംരക്ഷണത്തിനോ വേണ്ടി നമ്മളുടെ കൂടെ കരുതേണ്ട കാര്യങ്ങൾ. അപ്പൊ നേരത്തെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, ആഴ്ചയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, മാസത്തിൽ കുറച്ചുകൂടെ ഇടവിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡെയിലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു, കുഞ്ഞിനെ നമ്മൾ എല്ലാ ദിവസവും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും നമ്മൾ കുളിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ സൗണ്ട് പ്രോസസർ എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്ലോത്ത് കൊണ്ട് അതിന്റെ പുറം ഭാഗങ്ങളെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചു, വളരെ ജെന്റിലായിട്ട് അതിൽ പറ്റിയ അഴുക്കോ വെള്ളമോ ഈർപ്പമോ അല്ലെങ്കിൽ പുറത്ത് പറ്റിയിരിക്കുന്ന അഴുക്കെല്ലാം തുടച്ചു കളയാനായിട്ട് നമ്മൾ എല്ലാ ദിവസവും നമ്മളത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അമർത്തി ഒരിക്കലും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ മണ്ടയിൽ സ്ക്രാച്ചസ് വീഴാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പഞ്ഞി കൊണ്ടും ഈ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് പാടില്ല. ബിക്കോസ് പഞ്ഞിയിലുള്ള വളരെ നാരുകളൊക്കെ ചിലപ്പോൾ ഇതിന്റെ അകത്ത് കയറിപ്പോയി സ്റ്റക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ എല്ലാ ദിവസവും കുഞ്ഞിനെ ബ്രഷ് ചെയ്യിക്കുന്ന കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് പ്രോസസറിനും പല്ലുകളുണ്ട്.
അപ്പോൾ നമ്മളുടെ ഈ പ്രോസസ്സർ ഒന്ന് തുറന്നു നോക്കിയാൽ അറിയാം, പ്രോസസ്സറും ബാറ്ററിയും തമ്മിലുള്ള കണക്ഷൻ വിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇതേപോലെ ഒരു ഗോൾഡൻ കുത്തുകൾ കാണാം. അതേപോലെ മറ്റേ സൈഡിൽ പ്രോസസ്സറിന്റെ ഭാഗത്തായിട്ട് ആ പിൻസും കാണാം. അപ്പൊ ഇത് രണ്ടുമാണ് ഇത് പ്രോസസ്സറും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് പൊടി കയറി അഴിഞ്ഞുകൂടാൻ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് ഇവൻച്വലി വെള്ള പാച്ചസ് ആയിട്ട് അതിന്റെ മണ്ടയിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് ഇവൻച്വലി കളർ മാറി ആ ഒരു കണക്ടിവിറ്റി ബാറ്ററിയും പ്രോസസ്സറും തമ്മിലുള്ള കണക്ഷൻ അങ്ങ് ലൂസായി പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കുട്ടികളുടെ പല്ല് ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഈ രണ്ട് കോണ്ടാക്ട് പോയിന്റ്സും ഈ ബ്രഷ് വെച്ച് വളരെ ജെന്റിലായിട്ട് നമ്മൾ തുടച്ച് ബ്രഷ് ചെയ്ത് അതിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയോ എന്തെങ്കിലും അല്ലാത്ത വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ജെന്റിലായിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് തുടച്ച് കളയേണ്ടതാണ്. അതേപോലെ തന്നെ അഴുക്ക് അടിഞ്ഞുകൂടി ചിലപ്പോൾ ഈ പിൻസ് ഒക്കെ ചിലപ്പം അകത്തേക്ക് കയറി പോകാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു പ്രവർത്തനം നമ്മൾ എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോസസ്സറിന്റെ ലൈഫ് കുറേ നാളും കൂടെ നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത ഒരു പ്രവൃത്തി എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറിനെ ചാർജ് ചെയ്യുക എന്നുള്ളത്. സോറി, ബാറ്ററി ചാർജ് ചെയ്യുക. ബാറ്ററി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും പോഷകാഹാരങ്ങൾ കൊടുക്കും. അതെന്തിനാ? കുഞ്ഞുങ്ങൾക്ക് എനർജി കിട്ടാൻ വേണ്ടി. അതേപോലെ തന്നെയാണ് സൗണ്ട് പ്രോസസ്സറിന് വേണ്ട എനർജി വേണ്ടത് നമ്മുടെ ബാറ്ററീസിൽ നിന്നാണ്. അപ്പോൾ ബാറ്ററീസ് കൃത്യമായ ഇടവേളകളിൽ ചാർജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മളുടെ കിറ്റില് വരുന്നത് രണ്ട് തരത്തിലുള്ള ബാറ്ററീസ് ആണ്. ഒന്ന് നമ്മുടെ നോൺ റീചാർജബിൾ ബാറ്ററീസ്. നമുക്ക് ഈ പടത്തിൽ കാണുന്നത് പോലെ തന്നെ, പടം കാണുന്നുണ്ടെങ്കിൽ പടത്തിൽ കാണുന്നത് പോലെ രണ്ട് ബട്ടൺ സെൽസ് ആണ് അതും അതിന്റെ കേസിലാണ് ഇപ്പൊ അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ അത്യാവശ്യമായ സന്ദർഭങ്ങളിലാണ് ചിലപ്പോൾ നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരിക. അല്ലെങ്കിൽ ചിലപ്പോ നമുക്ക് യാത്രയിലാണ്, നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് നമ്മുടെ റീചാർജബിൾ ബാറ്ററീസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഇംപ്ലാന്റ് പ്ലസ് എന്ന് നമ്മൾ പറയുന്ന നോൺ റീചാർജബിൾ ബാറ്ററീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ബാറ്ററി റീചാർജബിൾ ബാറ്ററി എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ബാറ്ററീസ് ബട്ടൺ സെൽ ബാറ്ററീസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എപ്പോഴും സൂക്ഷിക്കുമ്പോൾ ഒരിക്കലും ഈ കേസിലിട്ട് സൂക്ഷിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററീസിൽ നിന്ന് ലീക്ക്, അതിന്റെ അകത്തുള്ള ആസിഡ് ലീക്കായി അതിന്റെ കോണ്ടാക്ട് പോയിന്റ്സിലെല്ലാം ഇതായി ആ കേസ് ഉൾപ്പെടെ പ്രവർത്തനരഹിതമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന കാര്യമാണ് റീചാർജബിൾ ബാറ്ററീസ്. അപ്പൊ റീചാർജബിൾ ബാറ്ററീസിൽ നമ്മൾക്ക് എപ്പോഴാണ് ഇത് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ എപ്പോഴെങ്കിലും എന്റെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യുക എന്നുള്ള ഒരു രീതി മാറ്റി ബാറ്ററി കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയതിനു ശേഷം മാത്രം ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇടുക. അപ്പൊ ചാർജ് ചെയ്യാൻ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഡിക്കേറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആ ഓറഞ്ച് ലൈറ്റ് ആണെങ്കിൽ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗ്രീൻ ലൈറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബാറ്ററി ഫുള്ളി ചാർജ്ഡ് ആയി എന്നുള്ളതാണ്. അതിനുശേഷം ബാറ്ററി കേസിൽ ചാർജിങ് യൂണിറ്റിൽ ഈ ബാറ്ററി ഇട്ട് വെക്കാനായിട്ട് പാടില്ല. അപ്പൊ ഒരു മിനിമം ഒരു 4 മണിക്കൂറൊക്കെ ചാർജ് ചെയ്താൽ മതിയാകും. സാധാരണ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർനൈറ്റ് രാത്രി മുഴുവൻ അത് ചാർജ് കയറിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ ലൈഫ് ഇവൻച്വലി കുറഞ്ഞു വരും. പോകെ ബാറ്ററിയുടെ ലൈഫ്, ബാറ്ററി പവർ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കുറഞ്ഞ് ബാറ്ററി ചീത്തയായി പോകും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു 4 വർഷം വരെയൊക്കെ ബാറ്ററീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും കാലയളവ് തന്നെ നമുക്ക് ബാറ്ററീസ് യൂസ് ചെയ്യാനായിട്ടുള്ള ഇത് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ചാർജിങ് പോഡ്, ചാർജിങ് യൂണിറ്റും അതിന്റെ കോണ്ടാക്ട്സും ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും ഇത് ബാറ്ററി ഊരുന്ന സമയത്ത് അതൊന്നും പൊടിയെല്ലാം മാറ്റി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അടുത്ത എല്ലാ ദിവസവും ചെയ്യേണ്ട ഡെയിലി ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന കേബിൾ, നമുക്കറിയാം ഇത് നമ്മുടെ കോയിലും പ്രോസസ്സറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറാണ്. അപ്പൊ ഇത് നമ്മൾക്ക് ഒറ്റ വയറായിട്ടാണ് നമ്മളിത് കാണുന്നതെങ്കിലും ഇതിന്റെ അകത്ത് നേരിയ
ഈവൻ ചെറിയ വയേഴ്സ് അകത്തൂടെ പോകുന്നുണ്ട്. അപ്പൊ പലപ്പോഴും ഇത് നമ്മുടെ ചെവിയിൽ, കുഞ്ഞിന്റെ ചെവിയിൽ നിന്ന് വീണു പോകുമ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ അതെടുത്ത് തിരിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പം ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതൊന്നും മടങ്ങി ചിലപ്പോൾ അങ്ങ് പോകും. അപ്പം പല ആവർത്തി അങ്ങനെ വെക്കുമ്പോൾ അത് അങ്ങനെ മടങ്ങി ഇതിന്റെ അകത്തുള്ള ഈ മൈന്യൂട്ടായിട്ടുള്ള വയേഴ്സ് ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ സ്പീച്ച് പ്രോസസ്സറിൽ വരുന്ന ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ഹെഡ് കോയിലിലേക്ക് പോകാൻ, ആ മാഗ്നറ്റിലേക്ക് കൊടുക്കാനായിട്ട് പറ്റാതെ വരും. എന്താന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി ലൂസ് ആവും. ബിക്കോസ് വയറിൽ കൂടെ പ്രോപ്പർ ആയിട്ട് സാധനങ്ങൾ സൗണ്ട് സിഗ്നൽസ് പോകുന്നില്ല, വയർ ബ്രേക്ക് ആയത് കാരണം. അപ്പൊ അത് അങ്ങനെ വരാം. അപ്പം നേരത്തെ മാത്യു സർ പറഞ്ഞു രണ്ട് ചെവി കൊണ്ട് കേൾക്കുന്ന പ്രത്യേകത പറഞ്ഞു, എത്രത്തോളം അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മൾ ഒരു ചെവിയിൽ ഇംപ്ലാന്റ് വെക്കുന്ന കുട്ടി അത് തന്നെ വിട്ടുവിട്ടാണ് കേൾക്കുന്നതെങ്കിൽ എഗെയിൻ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്സോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ സിഗ്നൽസ് ലിസ്ണിംഗ് വളരെയധികം ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രിയിൽ ഇത് നമ്മൾ വെക്കുന്ന ഉടനെ അതിന്റെ ട്വിസ്റ്റുകളെല്ലാം അത് മടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അത് നൂത്ത് ഒന്ന് വെക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത്, നമ്മൾ കുഞ്ഞിനെ എല്ലാ ദിവസവും കൃത്യമായ സമയത്ത് കിടത്തി ഉറക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്പീച്ച് സൗണ്ട് പ്രോസസ്സറിനെ നമ്മൾ കിടത്തി ഉറക്കണം. അപ്പൊ നമുക്കറിയാം നമുക്കൊരു ഡ്രൈ ബോക്സ് ഉണ്ട്. അപ്പൊ ആ ഡ്രൈ ബോക്സിൽ എല്ലാ ദിവസവും ഇത് ഊരി പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നല്ല, അത് ചെയ്യണം. അത് ഊരി ഡ്രൈ ബോക്സിൽ വെക്കേണ്ടതാണ്. അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ കാലാവസ്ഥ വളരെയധികം മോയിസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമിഡ് ആണ്. അപ്പം നമുക്ക് ഒത്തിരി വേർക്കുന്ന സ്വഭാവമാണ്, പ്രത്യേകിച്ച് കേരള കോസ്റ്റൽ റീജിയൻ ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി വേർക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥയാണ്. അപ്പൊ കുഞ്ഞുങ്ങൾ ഒത്തിരി വേർക്കുമ്പം ഇതിന്റെ അകത്ത് പ്രോസസ്സറിന്റെ അകത്തേക്ക് ഈർപ്പം കയറി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കളയാനായിട്ടുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എല്ലാ ദിവസവും കൃത്യമായിട്ട് ഡ്രൈ ബോക്സിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതും നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ്. അടുത്തതായിട്ട് അപ്പൊ നമ്മളിപ്പം ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ എല്ലാ ദിവസവും ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വൃത്തിയായിട്ട് പ്രോസസ്സറിന്റെ പുറം ഭാഗം ഒരു ലിന്റ് ഫ്രീ ക്ലോത്ത് വെച്ച് ക്ലീൻ ആയിട്ട് തുടയ്ക്കണം. അടുത്തത് പറഞ്ഞത്, അതിന്റെ കോണ്ടാക്ട് പോയിന്റ്സ് എല്ലാം, ബാറ്ററിയുടെയും പ്രോസസ്സറിന്റെയും ഉള്ള കോണ്ടാക്ട് പോയിന്റ്സ് സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് അതെല്ലാം എല്ലാ ദിവസവും ക്ലീൻ ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു, ബാറ്ററിക്ക് വേണ്ട ആഹാരം, അതാണ് ചാർജിങ്, അത് കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായിട്ടുള്ള രീതിയിൽ തന്നെ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം. അടുത്തത്, നമ്മള് കുഞ്ഞിന്റെ മുടി സംരക്ഷിക്കുന്നത് പോലെ തന്നെ കോയിൽ ട്വിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും അത് ട്വിസ്റ്റ് ഒന്ന് മാറ്റി നേരെയാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ അടുത്തത്, കുഞ്ഞിനെ എല്ലാ ദിവസവും കിടത്തി ഉറക്കുന്നത് പോലെ തന്നെ സൗണ്ട് പ്രോസസ്സറിനെ ഡ്രൈ ബോക്സിൽ സൂക്ഷിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് എല്ലാ ദിവസവും ചെയ്യേണ്ട 5 കാര്യങ്ങൾ, ഓർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് നമ്മള് വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങൾ, ഓരോ ആഴ്ചയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മൾ ചില സാഹചര്യങ്ങളിലെങ്കിലും കുഞ്ഞിനെ നമ്മൾ എക്സ്ട്രാ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളൊന്ന് പുറത്ത് ഇറക്കി ചിലപ്പോൾ പാർക്കിൽ ഒന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ പുറത്തൊന്ന് ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മൾ ഒന്ന് കൂടെ അല്ലെങ്കിൽ കടകളിലെ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ടൈം നമ്മൾ സൗണ്ട് പ്രോസസ്സറിന് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ കൊടുക്കണം. അന്നേരം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമ്മുടെ കോയിലില് ആണ് നമ്മുടെ മാഗ്നറ്റ് ഉള്ളത്. അപ്പൊ ആ മാഗ്നറ്റ് എല്ലാ ആഴ്ചയിലും ഒരിക്കൽ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് ഒന്ന് ഊരി മാറ്റണം. പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ ചില കോയിൽസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് ഊരി മാറ്റാൻ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ എല്ലാ ആഴ്ചയിലും ഒരിക്കൽ നമ്മൾ ഇതൊന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്.
അപ്പം അതേപോലെ തന്നെ ഇതിന്റെ ഈ കോയില് ഈ ഇതിന്റെ കോൺടാക്ട് പോയിന്റ്സിൽ നിന്നെല്ലാം ഒന്ന് ഊരി മാറ്റി അതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യണം. അതേപോലെ ആക്സസറി പോർട്ടുകളുണ്ട്, നമുക്ക് FM സിസ്റ്റംസ് ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പോർട്ട്സ് ഉണ്ട്. ആ കോൺടാക്ട് പോയിന്റ്സ് ഒക്കെ ഒന്ന് ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യം. അടുത്തതായിട്ട് നമുക്ക് 2-3 മാസം കൂടുമ്പം ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ ബോക്സിന്റെ കാര്യം. ഡ്രൈ ബോക്സിൽ ഒരു ഡ്രൈ ബ്രിക്കും കൂടെ ഉണ്ട്. അപ്പൊ ആ ഡ്രൈ ബ്രിക്ക് എല്ലാ 2 മാസം കൂടുമ്പോഴും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതാണ്. മാറ്റി പുതിയത് വെക്കണം. അപ്പോ അത് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ ഒരു ബ്രിക്ക് എടുക്കുമ്പോൾ അതിലേക്ക് നമ്മൾ അതിന്റെ എന്നാണോ നമ്മൾ മാറ്റുന്നത് ആ ഡേറ്റ് ഒന്ന് എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ അതിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ 2 മാസം അല്ലെങ്കിൽ എന്നാണ് ഇനി മാറ്റേണ്ടതെന്നുള്ള ഡേറ്റ് എഴുതി വെച്ചാലും അത് നമ്മൾ അതിനോട് അടുക്കുമ്പോൾ നമ്മളത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ അകത്ത് ഈ ഡ്രൈ ബ്രിക്കിന്റെ അകത്ത് സിലിക്ക ക്രിസ്റ്റൽസ് ആണുള്ളത്. അത് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈർപ്പത്തിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് നാശമായി പോകും. അപ്പൊ 2 മാസം കഴിഞ്ഞ് അത് പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട അത്രയും പ്രയോജനം ലഭിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ 2 മാസത്തിലും ഡ്രൈ ബ്രിക്ക് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അടുത്തതായിട്ട് എല്ലാ 3 മാസത്തിലും ചെയ്യേണ്ട കാര്യം. അപ്പോ എല്ലാ 3 മാസത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അറിയാം, മൈക്രോഫോൺ പ്രൊട്ടക്ടർ. നമ്മൾ നേരത്തെ പാർട്സ് പറഞ്ഞ സമയത്ത് മൈക്രോഫോൺ പ്രൊട്ടക്ടറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോ അത് എല്ലാ 2 മാസം കൂടുമ്പോഴും നമ്മൾ എല്ലാ 3 മാസം കൂടുമ്പോഴും മൈക്രോഫോൺ പ്രൊട്ടക്ടർ നമ്മൾ മാറും. ഇത് വളരെ കൃത്യമായിട്ട് വളരെ കെയർഫുള്ളി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ നമ്മൾ മൈക്രോഫോൺ പ്രൊട്ടക്ടർ ആണ്. അപ്പൊ ഈ പ്രോസസ്സറിൽ നമുക്ക് 2 മൈക്രോഫോൺ ആണുള്ളത്. മൈക്രോഫോൺ ആണ് നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ സൗണ്ട് വേവ്സിനെ, ശബ്ദ തരംഗങ്ങളെ പിക്ക് ചെയ്ത് പ്രോസസ്സറിലേക്ക് കൊടുക്കുന്നത് മൈക്രോഫോൺസ് ആണ്. അപ്പൊ അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് ഈ മൈക്രോഫോൺ, ഇതിന്റെ അകത്തിരിക്കുന്ന സാധനം. അപ്പൊ അതിനെ കെയർഫുള്ളി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ അകത്ത് ഡസ്റ്റ് ഒക്കെ അടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊട്ടക്ടർ ഇട്ട് അതിനെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രൊട്ടക്ടറിൽ ഒരു മെഷ് ഉണ്ട്, ഒരു വല പോലെ ഉള്ള ചെറിയൊരു വല പോലെ ഒരു സാധനമാണ്. അപ്പൊ അതിൽ പൊടികളെല്ലാം വന്ന് ചിലപ്പോൾ അടിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ അടിഞ്ഞു കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, ശബ്ദം കൃത്യമായിട്ട് മൈക്രോഫോണിന് പിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് തരുന്ന കിറ്റിൽ ഒരു 6 മൈക്രോഫോൺ പ്രൊട്ടക്ടേഴ്സ് ഉള്ള ഒരു സ്ട്രിപ്പ് ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പൊ എല്ലാ 3 മാസം കൂടുമ്പോഴും ഈ പ്രൊട്ടക്ടർ ഊരി മാറ്റി പുതിയ പ്രൊട്ടക്ടർ ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ പഠിച്ചു വെക്കുകയും ചെയ്യണം, എങ്ങനെയാണ് അത് മാറ്റേണ്ടത് എന്നുള്ളത്. അപ്പോൾ എല്ലാ 3 മാസത്തിലും മൈക്രോഫോൺ പ്രൊട്ടക്ടേഴ്സ് നമ്മൾ മാറ്റി റീപ്ലേസ് ചെയ്ത് പുതിയതിടണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ദിവസവും ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വീക്ക്ലി ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. എല്ലാ 2 മാസത്തിലും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. എല്ലാ 3 മാസത്തിലും ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു. അപ്പം 5, 1, 1, 1 ഇങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നമ്പർ വെച്ച് ഡെയിലി, വീക്ക്ലി, മന്ത്ലി എന്ന് നമ്മൾ ഓർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ അത് സ്റ്റോർ ആയിട്ട് ഇരിക്കും. അപ്പൊ ഇത്രയും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് പ്രോസസ്സറിന്റെ ആയുസ് പരമാവധി നമുക്ക് കിട്ടാവുന്നതിന്റെ അത്രയും നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പം അത്രയും സൂക്ഷ്മതയും കരുതലോടെയും വേണം നമ്മൾ സൗണ്ട് പ്രോസസ്സറിനെ കരുതാനായിട്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യതയോടെ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.